മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസ മൂട് ഏത് മൂട് പപ്പസം മൂട് ഏത് മൂട് ഒലക്കേട മൂട്. എടാ ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്റെ മൂട് നീ കാണും. ആവശ്യമില്ലാത്തൊക്കെ കേറി പറഞ്ഞ് പറയാൻ വന്നത് മറന്നും പോയി. കിട്ടി. തോട് വയല് കലിങ്ക് പറഞ്ഞ അടയാളം വെച്ച് ഇവിടെ തന്നെയാണല്ലോ വരാൻ പറഞ്ഞത്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ എങ്ങോട്ട് പോയി? സാരമില്ല, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ചന്ദ്രനാ വിളിക്കുന്നത്. ചന്ദ്രനെ വിളിക്കാൻ നീ ആരാടാ? പേടക വന്നോ? രാവിലെ വളിച്ചത് വല്ലതാണോ കഴിച്ചത്? എന്താ പറ്റി? ആ മാതിരി സാധനം അടിച്ചു വിടുന്നോണ്ട് ചോദിച്ചതാ. അല്ല, നീ വളിച്ച കാര്യം പറ. വളിച്ച കാര്യമോ? അല്ല, വിളിച്ച കാര്യം പറ. അയ്യോ, ഞാൻ ചന്ദ്രനാന്ന്, ഡിസ്ക് ചന്ദ്രൻ. ആ ചന്ദ്രൻ, നീ എവിടെ വന്നോടാ? ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ചന്ദ്ര, നീ ഒരുമാതിരി ലോജിക്കില്ലാതെ സംസാരിക്കരുത്. ഇതിപ്പോ തുടങ്ങിയിട്ട് 3 മിനിറ്റ് ആയല്ലോ, പിന്നെ അങ്ങനെ 1 മണിക്കൂറാവും. അല്ല, ഞാൻ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോയതാണ്. ഈ ആശാൻ എവിടാ? വരുവാ. അയ്യോ, അങ്ങോട്ട് വേഗം പോര്, ഞാൻ വെയിറ്റ് ചെയ്യുവാ. ഓ, ഞാനിപ്പൊ വിളിച്ചത് എന്റെ ആശാനെയാ, ചട്ടമ്പി കുഞ്ഞുമൻ. പുള്ളിയെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത കാര്യത്തിന് എന്നെ വിളിക്കാറുള്ളൂ. പുള്ളി വന്നു കഴിഞ്ഞാൽ എന്താ വിഷയമെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാൻ പറ്റും. അപ്പൊ പുള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് വെറുതെ നിൽക്കുന്ന സ്വഭാവം ഇഷ്ടമില്ലാത്തോണ്ട് 2 പുഷപ്പ് കീച്ച. അയ്യോ എന്റെ അമ്മച്ചേ, എന്റെ അമ്മച്ചേ, അയ്യോ എന്റെ അമ്മച്ചേ, അയ്യോ അയ്യോ അയ്യോ. ഈ പുല്ലിനോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്തടത്ത് കയറിയിരിക്കരുത്. കുറച്ചുകൂടെ താഴോട്ട് പോയിരുന്ന എന്താകുമായിരുന്നു അവസ്ഥ? നാശം. മുറിഞ്ഞൊരു പരുവായി, മത്തി വരുന്ന പോലെ. ഇപ്പൊ എന്ത് ചെയ്യും? ചന്ദ്ര, എന്റെ ഇടി കിട്ടിയിട്ട് സുഖിക്കുന്നു. അയ്യോ, ആശാനായിരുന്നു. സുഖമാണോ ആശാനെ? പിന്നെ ഇടിച്ചു കലക്കി കഴിഞ്ഞാൽ മുടിഞ്ഞ സുഖമാടാ. ഈ ഡബ്ല്യൂവും കടിച്ചു പിടിച്ചു വന്നതുകൊണ്ട് എനിക്ക് ആളെ മനസ്സിലായില്ല. ചന്ദ്ര, അതെ, ഒരു ക്ലൂ തന്നാ മതിയായിരുന്നു. എങ്ങനെ ക്ലൂ തരൂടാ? നിന്റെ ആദ്യത്തെ ഇടി എന്റെ ക്ലൂവിനല്ലായിരുന്നു. എടാ ചന്ദ്ര, എന്നാലും നീ പുറകിന്നുള്ള അടവ് എങ്ങനെ പഠിച്ചടാ? അത് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വളവിലൊരു പൊറോട്ട കടയുണ്ട്. അവിടെ ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? അല്ലെന്ന്, അവിടുന്ന് ഒരു 4 പൊറോട്ടയും ഒരു ഇറച്ചിക്കറിയും ഞാൻ കഴിച്ചു. എന്നിട്ട് കാശ് കൊടുത്തില്ല. അത് നിന്റെ സ്ഥിരമാണത്. അയ്യോ, ഞാൻ കാലത്ത് കൊടുക്കാന്ന് പറഞ്ഞതാ. ഏത് കാലത്ത് കൊടുക്കാവുന്നടാ? ഉണ്ടാകുന്ന കാലത്ത് കൊടുക്കാന്ന് ഞാൻ അവനോട് പറഞ്ഞത്. അപ്പൊ അവൻ വന്ന് എന്റെ പുറകിൽ പിടിച്ചെന്ന് പറഞ്ഞല്ലേ ഞാൻ എടുത്ത് അടിച്ചത്. ആശാനെ തിരിച്ചടിക്കണമെന്നുണ്ടോ? എനിക്കങ്ങനെ ഒരു ചിന്ത പോലുമില്ല. പിന്നെ നീ പണ്ടേ അങ്ങനാന്നല്ലോ, ഒന്നിൽ ആശാന്റെ നെഞ്ചത്ത്, പിന്നെ കളരിക്ക് പുറത്തോട്ട് ഇവൻ പോയിട്ടേ ഇല്ല. ചന്ദ്ര, നിനക്ക് ഭയങ്കര മാറ്റം വെച്ചു. അത് കുളിച്ചിട്ട് 2-3 ദിവസമായി, അതുകൊണ്ടായിരിക്കും മാറ്റം വന്ന് പറഞ്ഞു. അതല്ല, അത് എനിക്കുണ്ട്. ഞാനതല്ല പറഞ്ഞു, നിനക്ക് നീളം വെച്ചു. അയ്യോ, അത് എങ്ങനെയാ നീണ്ടെന്നറിയാമോ? വലിച്ചു നീട്ടിയാന്നോ? വലിച്ചു നീട്ടാൻ ഞാൻ ഒട്ടുപാലൊന്നുമല്ല. ഈ കണ്ണൂരു, വിയൂരു, പൂജപ്പുര ഇവിടൊക്കെ പോയാ നീളം വെക്കുവോ? ഇവിടെ പോയി നീളം വെച്ചല്ല, അവിടെ കൊണ്ടുപോയി നീളം വെപ്പിച്ചതാ. പോലീസുകാരി ഈ ബെഞ്ചിലോട്ട് കിടത്തും, എന്നിട്ട് ഓലക്കയിട്ട് ഉരുട്ടി അങ്ങ് നീട്ടി. എന്നാലും ചന്ദ്ര, നിന്നെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോടാ. പൂനെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ല. എന്നെ കിട്ടണമെങ്കിൽ ബോംബെ വിളിക്കണമായിരുന്നു. ഓ, അങ്ങനെ ബോംബെക്ക് പോയോ? പിന്നെ ഞാൻ കറങ്ങി ചെന്ന് ധാരാവി ചെന്ന് പെട്ട്. അയ്യോ, ഇവിടെ ഇത്രയും സ്ഥലം കിടക്കുന്നുണ്ട്, നീ ധാരാവി പോയി പെടുത്ത എന്തിനാ? ധാരാവി പോയി പെടുത്തന്നല്ല പറഞ്ഞു, ധാരാവി പോയി പെട്ടെന്നാ. അങ്ങനാണോ? എന്നിട്ട് അവിടെ ചെന്ന് ഞാനാണ് ഒരു ഗ്യാങ് ഉണ്ടാക്കി. അതായത് ഈ ഗുണ്ടാ ഗ്രൂപ്പ്. ഇതിനൊക്കെ ഗ്രൂപ്പ് ഉണ്ടോ? അയ്യേ, ഗുണ്ട എന്നാ പറഞ്ഞത്. അതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞ അവിടെ ഒന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു. അപ്പൊ ഇവിടുന്ന് ഉണക്കി കൊണ്ടുപോകായിരുന്നു. എന്ത്? അവിടെ ചെന്ന് പച്ച പിടിപ്പിക്കാൻ? അതല്ലെന്ന്, ഒന്ന് രക്ഷപ്പെട്ട് വരുമായിരുന്നു. ഈ രക്ഷപ്പെട്ട് വന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഒരുത്തൻ എന്റെ അടുത്ത് പോട്ടിക്ക് വന്നു. അതെ, ശരി, ഗുണ്ടയാണെന്നും പറഞ്ഞ് ബോംബെ ചെന്ന് തട്ടുകടയിട്ട്. അങ്ങനെ പറഞ്ഞ പിന്നെ ആരാണ്ട് പോട്ടിക്കറി ചോദിച്ചോ? പോട്ടിക്കറി അല്ലെന്ന്, പോട്ടി, അതായത് ചകട. അത് ഈ ചകട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, ഇവനെ എടുത്ത് മലത്തി ഒറ്റ അടിയായിരുന്നു. അയ്യേ, നീ അടിച്ചപ്പോ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറ്റി അടിക്കണ്ട. മലത്തി അടിച്ചെന്നാ പറഞ്ഞത്, അതായത് മറിച്ചിട്ടെന്നാ പറഞ്ഞത്. ഓ, അത് ശരി, അപ്പൊ അത് ഗുണം ചെയ്യും. അപ്പുറത്തെ സൈഡുകളൊക്കെ വെന്തോളുമല്ലോ. വേണ്ടി മസാല ദോശയല്ല മറിച്ചിട്ടേക്കുന്നത്, ഒരു മനുഷ്യനെ എടുത്ത് മറിച്ചിട്ടേക്കും. എന്നിട്ട് ഇവന്റെ നെഞ്ചത്തോട്ട് കേറിയിരുന്ന് അവനെ കൊല്ലാനായി വാളും വെച്ചു. അയ്യേ, ഒന്നാമത് നീ അവനെ മലത്തി അടിച്ചു, പിന്നെ അവന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് അവന്റെ വായിക്കത്തി വാള് വെക്കേണ്ട കാര്യം ഉണ്ടോടാ? വടിവാള് വെച്ചെന്നാ പറഞ്ഞത്. അപ്പൊ ഞാനിങ്ങനെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോ പുറകിന്ന് എന്റെ കൂട്ടുകാരൻ ഒറ്റ ഡയലോഗ്. എന്തുവാ? എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ
നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. ഇത് കേട്ടതും ഈ വാളും വടിവാളും ഒക്കെ അവിടെ ഇട്ടിട്ട് അടുത്ത ട്രെയിനിൽ ഞാൻ നാട്ടിലോട്ട് വന്നു. നാട്ടിലിപ്പോ എവിടാ താമസിക്കുന്നത്? നാട്ടിൽ ഞാൻ കുട്ടനടുത്തു കൊതവറ. എവിടാ? കൊതവറയെന്ന്. എടാ നീ മലമ്പ്രദേശത്ത് പോയി വസവ വാങ്ങിക്കാതെ ഞാനൊക്കെ താമസിക്കുന്ന കണ്ണായ സ്ഥലത്ത് വന്ന് താമസിച്ചു കൂടെടാ. ആശാൻ എവിടെ താമസിക്കുന്നത്? അഞ്ചരക്കണ്ടി. ആ അത് പിന്നെ ഭൂപ്രദേശമാണ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ വിളിച്ചു വരുത്തിയ എന്തിനാ? വിളിച്ചു വരുത്തിയ കാര്യമുണ്ടാ, പറയാം. നിനക്ക് എങ്ങോട്ടൊക്കെ പോണോന്ന് പറഞ്ഞു. അയ്യോ അത് ഞാൻ മറന്നുപോയി. ഈ മറന്നു പോകുമ്പോ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കും. അത് ഞാൻ ചെയ്യും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് ഈ പോലീസുകാർ കപ്പ ചുമത്തിയേക്കുക. പോലീസുകാരാണ് നിനക്ക് കപ്പയൊക്കെ ഉണ്ടാക്കി? കപ്പയല്ല, കാപ്പ. അതെന്തോടെ സാധനം? അത് ഈ മെയിൻ ഗുണ്ടകൾക്ക് തരുന്ന വലിയൊരു അവാർഡാ. ഏകദേശം ഇത്രയും പൊക്കമൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ മെയിൻ ആശാനായിട്ടുള്ള എനിക്ക് കിട്ടത്തില്ലയോ? അത് കയ്യേരി പോലെ ഇരിക്കും. അങ്ങനെട്ടോ? ഇത് മാത്രം കഴിഞ്ഞാൽ പോരാ, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലോട്ട് പോകണം. അതെന്തോ അവിടെ ഉണ്ടോ? അവിടെ ഗുണ്ട ആക്ട് നടക്കുക. അതെന്തോ സാധനം? അതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ ഗുണ്ടകൾ എല്ലാരും കൂടെ കൂടിയിരുന്ന് ആക്ട് ചെയ്യും. അതാണ് ഈ ഗുണ്ട ആക്ട്. അതിനകത്ത് പങ്കെടുക്കണോ? തമിഴ്നാടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർത്തു. പണ്ട് ഞങ്ങൾ തെങ്കാശിയിൽ ഒരു അടിച്ചു പോയി. ആ കാര്യം ഒന്നും ചന്ദ്രനെ ഓർമ്മിപ്പിക്കരുത്. തെങ്കാശിയിലെ കാര്യമൊക്കെ പറഞ്ഞാൽ ചന്ദ്രൻ ഇവിടെ നിൽക്കാതെ നേരെ ചന്ദ്രന്റെ പാടിന് പോകും. അങ്ങനെ പറഞ്ഞു കൊടുക്കണം, എന്നാലല്ലേ സംഭവം എന്താണെന്നറിയാവോ? ഒരടി ഉണ്ടെന്നും പറഞ്ഞ് ഇയാൾ എന്നെ തെങ്കാശിയിലോട്ട് വിളിച്ചോണ്ട് പോയി. ഞാൻ വിചാരിച്ചു ഒരടിയല്ലേ ഉള്ളൂ, പോയേക്കാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരടിയാണോ 2 അടിയാണോ 100 അടിയാണോ എന്ന് ഒരു പിടിയുമില്ല. അവസാനം ഞാൻ ഓടിച്ചെന്നൊരു മംഗലത്തിനകത്ത് കയറി ഒളിക്കുകയായിരുന്നു. കണ്ടോ കള്ളത്തരം പറയുന്നേ? മംഗലത്തിനകത്ത് കയറാൻ പറ്റുമോ? അടി കിട്ടിയാല് എങ്ങനെ കയറും? അടി കൊണ്ട് ചുരുണ്ട് പോയി കഴിഞ്ഞാൽ മംഗലത്തിനകത്ത് മാത്രമല്ല കുപ്പിയുടെ അടപ്പിനകത്ത് വരെ കയറി ഇരുന്നിട്ടുണ്ട് ചന്ദ്രൻ. അതാണ് കളി. എന്നിട്ട് അവസാനം ഇവർ എന്നെ അടുത്തൊരു പുഴുങ്ങുകയും ചെയ്തു. പുഴുങ്ങി അവിടെ അന്ന് കലംപൊങ്കാലം നടക്കായിരുന്നു. ആ കലത്തിനകത്ത് കയറിയിരുന്നു. വേറൊരു കാര്യമുണ്ട് കേട്ടോ, അന്ന് ഈ അടിയിൽ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അത് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ചത്ത ആമയുടെ തോടെടുത്ത് പുറത്ത് വെച്ച് കെട്ടി കയ്യും കാലും വെളിയിലിട്ടിട്ട് എഴഞ്ഞു പോണ്. അടിക്കാൻ പിടിച്ചോ പറയാ, അടിക്കല്ലേ ഞാൻ ആമയാണ്, ദോഷം കിട്ടും. അത് പറഞ്ഞപ്പോഴാണ് തലയ്ക്ക് ഒറ്റ അടി കിട്ടിയത്. ആമയുടെ കോസ്റ്റ്യൂം ഇട്ട് എഴഞ്ഞു പോയാൽ മാത്രം പോരാ, തല വലിച്ചകത്തിടാനുള്ള ബുദ്ധിയും കൂടെ കാണിക്കണം. പിടിച്ചോണ്ട് പോയിട്ട് 6 മാസം എന്നെ കൂട്ടിലിട്ട് വളർത്തി. എന്തിന്? നക്ഷത്രയാമയൊന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടുന്ന് വലിച്ചു പറ്റി വരാൻ പെട്ട പാടുണ്ട് ദൈവം തമ്പുരാന്. അതൊക്കെ ഇരിക്കട്ടെ, ഈ 5-8 ശിഷ്യന്മാരുള്ള കൂട്ടത്തിൽ എന്നെ മാത്രം വിളിച്ചു വരുത്തി എന്തിനാ? നിന്നെ വിളിച്ചു വരുത്തിയ ഒരു കാര്യമുണ്ട്. മറ്റേ എല്ലാ ശിഷ്യന്മാരും എന്ന് പറഞ്ഞാൽ അടിയിൽ എഴുതി വെച്ചാ ഓടും. പക്ഷെ ഇവൻ അങ്ങനല്ല, നിന്നങ്ങ് കൊള്ളും, എന്നങ്ങ് കൊടുക്കും. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. അല്ല, എന്നെ വിളിച്ചു വരുത്തിയ കാര്യം എന്താന്ന് പറയാം. ഞാൻ പറയാം. നിന്നെ വെച്ചൊരു കളി കളിക്കാനായി എന്റെ തീരുമാനം. എന്നെ വെച്ച് കളിക്കുന്നോണ്ട് കുഴപ്പമില്ല, ഒളിഞ്ഞ് കൊട്ടേ കയറി എന്നെ ഒന്നും പറയാം. ഉടനെ അങ്ങനെയാന്ന് പറയുന്നത്. ഞാനായോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. നീ പൊളിക്കും. കഴിഞ്ഞ പരിപാടി പൊളിച്ചാ നീ ഒരു ഒറ്റ വരുത്താൻ കാരണം. ഏത് പരിപാടി? നിനക്കൊരു പെണ്ണിനെ വിളിച്ചോണ്ട് പറഞ്ഞു. അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുതെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരു പെണ്ണുമായിട്ട് മുടിഞ്ഞ പ്രേമമായിരുന്നു. ആ പെണ്ണിന്റെ അച്ഛന് ഇച്ചിരി മുടയാ. ഇങ്ങനെ എന്റെ അടുത്ത് വന്നിച്ചും പറഞ്ഞു അതൊന്നും ഒരു വിഷയമല്ല, പെണ്ണിനെ അടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. ഇയാളെ വിളിച്ചോണ്ട് ഞാൻ പോയപ്പോ ഞാൻ പറഞ്ഞ പെണ്ണിന്റെ അച്ഛന് ഇച്ചിരി ആള് കലിപ്പോ ഒന്ന് സൂചിപ്പിക്കണമെന്ന്. അതിന് ഈ കള്ളക്കളവൻ ചെയ്ത എന്താണെന്നറിയോ? കട്ടിലേക്ക് കിടന്ന് ഉറങ്ങി അയാളുടെ തലക്കി ചെന്നിരുന്ന് കിന്നാരത്തുമ്പിയുടെ കഥ പറഞ്ഞു പറയാൻ ഞാനല്ലേ പറഞ്ഞ സുഖിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പിന്നെ എന്തോ ചെയ്യണോടാ? എന്റെ കഥ പറയാനാ പറഞ്ഞത്. എന്റെ കിടക്കുന്നത് കിന്നാരത്തുമ്പിയുടെ കഥ പറഞ്ഞിട്ട് സുഖിച്ചില്ല. പിന്നെ ഇവന്റെ കഥ പറഞ്ഞു സുഖിപ്പിച്ചിട്ട് അങ്ങ് പോയി. അവരെന്നെ തൂക്കിയിട്ട് അടിക്കുമായിരുന്നു. തൂക്കിയിട്ട് അടിക്കുമ്പോ ചൂണ്ടുമർമ്മം കാണിച്ച് നിർത്തണമായിരുന്നടാ. അത് ഞാൻ ചൂണ്ടി. അപ്പൊ അവന്മാര് പറയാ അടിയും കൊണ്ടിട്ട് വിരല് ചൂണ്ടെന്ന് പറഞ്ഞ ആ കൈ പിടിച്ചോടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ വിരല് ചൂണ്ടിയല്ല മർമ്മം കാണിച്ചെന്ന്. ഇത് പറഞ്ഞു തീരുന്ന മുമ്പേ മുണ്ട് ഊരി. പിന്നെ മർമ്മത്തായിരുന്നു അടി. മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം. മർമ്മം അല്ല, വിളിപ്പിച്ച കാര്യം പറയാ. വിളിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാല് നിനക്കറിയാവില്ല, എനിക്കൊരു മോളാണ്. അത് ശരി. അതും കൈ വെച്ചോണ്ട് വന്ന് ഇത്ര നേരം വർത്താനം പറയാ. ഒരു ഗ്ലാസ്സിലോട്ട് ഒഴി. എന്ത് സ്മോൾ ഇരിപ്പുണ്ട്? അയ്യോ, സ്മോള് പൂച്ചുന്ന കാര്യമല്ലേ പറഞ്ഞത്. എനിക്കൊരു മോളാണല്ലോ. അത് പറ. കൊച്ചെവിടാ? കൊച്ചു റോപ്പുംപടിയില്ല പുറത്ത്. എന്ത് കൊച്ചി? അതല്ലെന്ത് ചോദിച്ചത്. മോളെവിടാന്ന്? അത് നമുക്ക് ഇവിടെ കുറച്ച് കഴിയുമ്പോൾ തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചു തരാം. എന്ത് മുളക് വട? ദൈവമേ, മോളെന്ന് പറഞ്ഞപ്പോ സ്മോളെന്നൊന്നും ഞാൻ പറഞ്ഞു പോയി. അതിന് ചുമ്മാതങ്ങ് അടിച്ചോണ്ടിരിക്കുവ. അതല്ലെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ മോള് കൊച്ചി അതിപ്പോ എവിടാണ്? കൊച്ചിനെ മോളെ ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കാൻ വിട്ടേക്കുവാ. എന്ത് വിഷയം? വിഷയം എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോ സീറ്റ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ മൂടിച്ച വിഷയം. വെള്ളം ഉണ്ടാക്കിയാൽ ഞാൻ ഈ മുനിസിപ്പാലിറ്റിയെ ഇടിച്ച് അങ്ങ് കസാരക്കേജ് കയറ്റി. അല്ല, ഈ കൊച്ചിന് സീറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റി എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. സംഭവം എന്താണ്? മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ മറ്റേ ഇല്ല ടൈയൊക്കെ കെട്ടി വലിയ സാറില്ലടാ കസാരയിൽ. പ്രിൻസിപ്പാൾ അവനെ ഇടിച്ച് ഭിത്തി കയറ്റി. അവനെ ഇടിച്ചാ കയറ്റി. അതാണോ വിഷയം? ശരിക്കും പറഞ്ഞാൽ അതല്ല വിഷയം. പിന്നെ എന്റെ മോൾ അവിടെ പഠിക്കാൻ പോയപ്പോ
എന്റെ കുഞ്ഞിനെ ഒരുത്തൻ അടിച്ച് റാഞ്ചിക്കൊണ്ട് പോയടാ. ദൈവമേ, കോഴിക്കുഞ്ഞിനെയാണോ പഠിക്കാൻ വിട്ടത്? റാഞ്ചി കൊണ്ടുപോയെന്ന് പറഞ്ഞു. റാഞ്ചിക്കൊണ്ട് പോയതല്ല, എന്റെ കുഞ്ഞിനെ ഒരുത്തൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി കല്യാണം കഴിച്ചു. ആശാന്റെ കൊച്ചിനെ ആരുണ്ട് അടിച്ചു മാറ്റി കല്യാണം കഴിച്ചത്? എന്നോടാ ചന്ദ്രന് ഇത് സഹിക്കാൻ പറ്റത്തില്ല. ഡിസ്ക് ചാറ്റിന്റെ സ്വഭാവം വെച്ച് ഇത് ഗുണ്ടകൾക്ക് നാണക്കേടാണ്. ആണോടാ? സത്യം പറ, അവരെവിടാ താമസിക്കുന്നത്? പാതാളത്തി. മാവേലിയാണോ കൊച്ചിനെ അടിച്ചത്? അല്ല, പാതാളത്ത്, എറണാകുളത്ത് പാതാളത്ത്. എന്നാ പിന്നെ വഴിയരി വന്ന് നിന്ന് സംസാരിക്കാതെ പാതാളത്തിലോട്ട് പോ. അങ്ങ് പോയിട്ട് കാര്യമില്ല, അവന്റെ വലത്ത് പോക്ക് ഇത് വഴിയാ. മാടനാണോ അവൻ? എന്ത് പരുത്തു പോക്കണ്ടെന്ന് പറഞ്ഞു. അല്ലെന്ന്. എടാ, അവന്റെ പോക്ക് വരവ് ഇത് വഴിയാന്ന്. അതിന് എന്നെ കണ്ടിട്ട് കാര്യമല്ല, വില്ലേജ് ഓഫീസറെ പോയി കാണുന്നു. പോക്ക് വരവ് ചെയ്ത് കൊടുക്കാൻ എനിക്ക് അറിയത്തില്ലെന്ന്. എന്തിനാ വില്ലേജ് ഓഫീസിൽ പോകുന്നത്? പോക്ക് വരവ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. എടാ, അതല്ലെന്ന്. അവൻ വരുകയും പോവുകയും ചെയ്യുന്ന ഇത് വഴിയാന്ന്. ആണോ? അവനിപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവനെ കയ്യിലിട്ട് കറക്കി തറയിലൊരു ഒറ്റ അടിയുണ്ട് ചന്ദ്രൻ. അത് കണ്ടിട്ട് ആശാൻ തിരിച്ചു പോയാ മതി. ഓട്ട് വരുന്നവൻ. ഇവനാന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് കാര്യം. ഞാൻ ഒരു ശവപ്പെട്ടി അവന് വേണ്ടി തയ്യാറാക്കി പോകുന്നത് ചന്ദ്രനാ. ഡിസ്ക് ചന്ദ്രൻ. ചന്ദ്ര കൊല്ലണ്ട. അതവന്റെ വിധി പോലിരിക്കും. ഇവിടെ സ്ഥലത്തിനൊക്കെ ഇപ്പൊ എന്തോ വിലയുണ്ട്? കൃത്യമായിട്ട് അറിയത്തില്ല, അല്ലെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? മതി. ബാബു, അവന് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. കൃത്യമായിട്ടൊന്നും നീ എന്തോ പോയി ചോദിച്ചേ? സ്ഥലത്തിന് എന്ത് വിലയുണ്ട്? നീ സ്ഥലത്ത് കച്ചവടം നടത്താൻ വന്നോ? സ്ഥലം എവിടാന്ന് അറിഞ്ഞാലേ പെണ്ണ് എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. എനിക്കതൊക്കെ അറിയാം. നീ പോയി അവനെ വരച്ചാ. ആ ശരി. എവിടെ പോകുന്നു? എണ്ണ മേടിക്കാൻ. എന്തിനാ? അവനെ വരട്ടിയെടുക്കാൻ പറഞ്ഞു. വരട്ടുന്ന കാര്യമല്ല, അവനെ പോയി പേടിപ്പിക്കണം. പേടിപ്പിക്കാൻ അത് പറയണ്ടേ, ചന്ദ്രനോട് പറയണം. ആശാനെ, ഓ, ഇന്നലെ പൂത്തോട്ടയിൽ വിളിച്ച് ഒരുത്തനെ ഒറ്റടിക്ക് തറയിലിട്ടത് ഇവന്റെ 2 ഇരട്ടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ പോയി ചോദിക്കണം. അതെ, പേടിച്ചോ? എന്തിന്? എന്നാ പിന്നെ പേടിക്കുന്ന വേറെ ഐറ്റം ഉണ്ട്. കൊച്ചിയിലെ ഒരു കൊച്ചു പിച്ചാത്തി പോലും ഇല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് ചന്ദ്രൻ ഒഴിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ? കുറി വെച്ച്. അയ്യേ, വേറെ എന്തെല്ലാം മാർഗമുണ്ട്? നീ വൃത്തിയുടെ പണിയുള്ളായിരുന്നു. കുറി വെച്ചെന്നാ പറഞ്ഞത്. അതായത് ഒരുത്തനെ കുറി വെച്ചിട്ട് അവൻ വഴി വേറൊരുത്തനെ ഇട്ട് ഒഴിപ്പിച്ചു. മനസ്സിലായോ? ഇപ്പൊ പേടിച്ചോ? ഇപ്പൊ എന്തിനാ പേടിക്കണ്ടേ? ഇവന് പേടിയൊന്നുമില്ല. എടാ, അതും ഇതും പറഞ്ഞു നിൽക്കാതെ എന്റെ കുഞ്ഞിനെ അടിച്ചോണ്ട് പോയത് അവനാണെന്ന് ചോദിക്കണം. ഓ, അത് എന്റെ കുഞ്ഞിനെ അടിച്ചോണ്ട് പോയാന്ന് ചോദിക്കണം. അത് ചന്ദ്രനേറ്റ്. എന്റെ കൊച്ചിനെ അടിച്ചോണ്ട് നീയാണോ പോയതെന്ന്? ആ, അത് പറ. ഞാനിപ്പോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പിള്ളേരെപ്പെടുത്ത കാര്യമില്ല ചോദിച്ചേ. നിങ്ങൾക്ക് ആള് മാറിയതാ, ഞാനല്ല കേട്ടോ. ആള് മാറിയതാ. അതെ, അവൻ ആള് മാറി. നീ എന്താ പോയി ചോദിച്ചേ? എന്റെ കൊച്ചിനെ അടിച്ചോണ്ട് പോയത്. എടാ പൊട്ടാ, നിന്റെ കൊച്ചിനെ അല്ല, എന്റെ മോളെ അടിച്ചോണ്ട് പോയി കല്യാണം കഴിച്ചത് അവനില്ലെന്ന് ചോദിക്കണം. ഓ, അത് ചന്ദ്രനേറ്റ്. അതെ, എന്റെ കൊച്ചിന്റെ കാര്യമല്ല പറഞ്ഞത്. നിന്റെ കൊച്ചിനെ ആരെങ്കിലും അടിച്ചോണ്ട് പോയി കല്യാണം കഴിച്ചോന്നാ ഈ ചോദിക്കുന്നത്. എനിക്കെന്താ തലയ്ക്ക് ഓളം ഉണ്ടോ? എടാ, ഞാനിപ്പോ കല്യാണം കഴിച്ചോളൂ, എനിക്ക് കൊച്ചായിട്ടില്ലെന്ന്. ആശാനാ പൂശാനാ നീ നോക്കി എടുത്ത് കാലവരി അടിച്ചു കളയും. അവൻ കല്യാണം കഴിച്ചിട്ട് അവന് കൊച്ചായില്ലെന്ന്. നീ എന്തിനാണ് എടാ, നിന്റെ കൊച്ചിനെ അല്ല, അവനിപ്പോ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലയോ? പറഞ്ഞ് എന്റെ മോളെ അടിച്ചോണ്ട് പോയിട്ട് അവൻ കല്യാണം കഴിച്ചതാ. ചെന്ന് വിളിച്ചോണ്ട് പോടാ എന്റെ കുഞ്ഞിനെ. ഒന്ന് ക്ലിയർ ആയിട്ട് എന്റെ കൊച്ചിനെ അല്ല. ചെന്നൈന്ന് നീ എടുത്തൊരു കൊച്ചിനെ അടിച്ചോണ്ട് വന്നടാ. ലക്ഷ്മിയുടെ കാര്യമാണോ ചോദിക്കുന്നത്? ലക്ഷ്മിയാണോ ശ്രീഭദ്രയാണോ ഭാരതിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതെന്റെ മോളാന്നാ പറയുന്നത്. അയ്യോ, ലക്ഷ്മിയുടെ അച്ഛനാണോ? അച്ഛ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. പിന്നെ ലക്ഷ്മി വീട്ടിലുണ്ടോ? നമുക്ക് പോയി കണ്ടാലോ? അച്ഛ കൊച്ചിനെ കാണാം. നീ ആരാ? ഞാനാണോടാ നീ? എടാ, നീ എന്തിനാണ് എന്റെ കൂടെ വന്നത്? മോളെ കാണിക്കാൻ വേണ്ടിട്ടാണ്. പിന്നെ അവന്റെ കൂടെ കേറി പോ, കുഞ്ഞിനെ പിടിച്ചോണ്ട് വേണം. വാച്ചക്കാച്ച മേടിച്ചിരാ മോനെ. എടാ പുല്ല, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായ? ആ കൊച്ചു എന്റെ കൊച്ചുമല്ല, നിന്റെ കൊച്ചുമല്ല. ഈ നിൽക്കുന്ന എന്റെ ആശാന്റെ മോളാണ്. ഞാനാരാന്ന് നീ പിന്നീട് അറിയും. അവൻ മാറി, ഞാൻ സംസാരിക്കട്ടെ. അച്ഛാ, അച്ഛൻ എനിക്ക് മാപ്പ് തരണം. നിനക്ക് ഞാൻ മാപ്പ് തരത്തില്ല. എന്താ അച്ഛാ? എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയത്തില്ല. അച്ഛൻ ക്ഷമിക്കണം കേട്ടോ. വേണ്ട, അച്ഛൻ ഞങ്ങൾ രണ്ടും സംസാരിക്കണ്ട. അച്ഛാ, നീ എന്നോട് സംസാരിക്കണ്ട. അച്ഛാ. എനിക്കറിയോ, എന്റെ കുഞ്ഞിനെ കട്ടപ്പുറത്തോ? കഷ്ടപ്പെട്ടാണോ വളർത്തി പഠിപ്പിക്കാൻ അങ്ങോട്ട് വിട്ടത്? ഞങ്ങൾ രണ്ടുകൂടെ അങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുകയായിരുന്നു വീട്ടിലോട്ട്. അത് കുഴപ്പമില്ല, ഞങ്ങൾ വരും അച്ഛാ. എടാ ചന്ദ്ര, നീ എനിക്ക് എന്താ കാണിക്കാൻ പോകണം? എന്റെ ഒരു കൊച്ചു പിച്ചാത്തി ഇവിടെ കളഞ്ഞു പോയി. കളഞ്ഞു പോകുന്നത് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. എടാ, കൊച്ചിനെ നീ ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണം. അല്ലെ ഡിസ്ക് ചന്ദ്രൻ എന്താന്ന് നീ അറിയും. കൊടുക്കണ കൊച്ചിനെ. കൊടുത്തില്ലെങ്കിൽ
കൊടുത്തിരുന്നീ എന്തോ കേടാ കൊടുത്തില്ലെങ്കിൽ നീ അത് ശരി, അവൻ വടി ഓടിച്ചപ്പോ താൻ ഗഞ്ചറ അടിച്ച് കളിക്കുകയായിരുന്നു. എടോ അവൻ കമ്പൊടിച്ചിട്ടെന്ന്. എന്റെ കണ്ണിൽ കുരുവില്ലായിരുന്നു, ഞാൻ കണ്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ എന്നെ പോലെ പേടിച്ചിരിക്കാതെ പോയി ചോദിക്കണം. എന്താ പോയി ചോദിക്കാൻ? ഉടുപ്പൂരിട്ടിരിക്കുന്നു, ഉടുപ്പൂരി നിൽക്കുന്നവരായിട്ട് ചന്ദ്രൻ അടിക്കാൻ പോവാറില്ല. ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി, അവൻ ഗുസ്തിക്കാരനാടാ. ഓഹോ, ചെല്ലടാ. അപ്പൊ അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് വിളിച്ച് വരുത്തിയ ഞാൻ പോണ്. ഗുസ്തിക്കാരുമായിട്ട് ചന്ദ്രൻ തല്ലാറില്ല. അതെന്താ? ഈ ഗുസ്തിക്കാർക്ക് നാടൻ തല്ലറിയത്തില്ല. അറിയത്തില്ല. കൂടെ ചെന്ന് വിളിക്കടാ, അവനെ ചെന്ന്. ഇതാടാ, എന്റെ ഒറ്റ തള്ളിനവൻ ദൂരെ പോയി. അവൻ അങ്ങോട്ട് പോയതല്ലേ? നീ കേറി ഇങ്ങോട്ട് വന്നോ? ആണോ? പോയി അടിയടാ. അങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ കൊച്ചിനെ പൊന്നു പോലെ നോക്കും. അതൊക്കെ നിനക്കറിയാം. ഞാൻ അടിച്ചില്ലേ? എന്റെ 2 ചെവി 18 പൊന്നിച്ചാ മാറിയത്. ഒരെണ്ണത്തിന് കിട്ടിയിരുന്ന പണയം വെക്കായിരുന്നു. വന്നപ്പോ തൊട്ട് ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട. അപ്പൊ നിനക്ക് മൊട. എങ്ങനുണ്ടാ? എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ കഴുത്ത് ഞെരുങ്ങി പോകുന്നുണ്ടോ? പിരിഞ്ഞു പോകും, പിരിഞ്ഞു പോകും. എങ്ങനുണ്ടാശാനെ? ഒരു വടി എടുത്തോണ്ട് വാ. അവനെ തല്ലിക്കൊല്ലാനാണോ? അല്ല, എനിക്കൊന്ന് നിവന്ന് നിൽക്കാൻ. എന്റെ പൊന്നാശാനെ, ഇതിൽ കൂടുതൽ ഒരുത്തനെ തല്ലാൻ ചന്ദ്രൻ അറിയില്ല. അവന്റെ കണ്ണീർ എന്റെ കാലേ വീണ്. നീ ഇപ്പൊ ലക്ഷ്മിയുടെ അച്ഛനായിട്ട് മാത്രം ഞാൻ ക്ഷമിക്കാം. ഇനി ഇമാതിരി ഊച്ചാളുകളിൽ വിളിച്ചു എന്റെ മുന്നോട്ട് വന്നല്ലോ പറഞ്ഞോ. കുട്ടി ആണുങ്ങളെ ചന്ദ്രൻ എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടേ ഉള്ളു. നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ പേടിക്കട്ടെ, അച്ഛനോട് പറഞ്ഞ് മാമൻ സമ്മതിപ്പിച്ചു തരാം. ഡിസ്ക് ചന്ദ്രൻ, മനസ്സിലായ? ഒറ്റടിക്ക് എല്ലാത്തിനും ഡിസ്ക് ഞാൻ വെള്ളമാക്കി കളയും. അതെ, ഇങ്ങോട്ട് വന്നേ. ഇവന്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ തിരിച്ചു മേടിക്കുന്നതും ഹിമാലയം കയറുന്നതും ഒരുപോലെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വേറൊരു ഐഡിയ ഉണ്ട്. അവന്റെ കൂടെ ആശാനും അങ്ങ് പോകും. ഒരാഴ്ച കഴിയുമ്പോ ഞാനും വരാം. എന്നിട്ട് ഇവന്റെ ബലത്തിൽ നമുക്ക് വിലസ എന്ന് വെച്ചാ ചിലർ വരുമ്പോൾ ചരിത്രം അങ്ങ് വഴിമാറുമെന്ന്. ചരിത്രം എങ്ങനെയെങ്കിലും അടിച്ച് തീർക്കാന്ന് വെച്ചപ്പോ വീണ്ടും കളിച്ചോണ്ട് വരും.